പറയുകയാണ് എന്നെ മന്ത്രിയാക്കിയില്ല. നിസ്സാരത്തോടെ അന്നത്തക്കാരൻ വൈദ്യുതി മന്ത്രിയായി മന്ത്രിയായിട്ട് പ്രവർത്തിച്ചു നന്നായിട്ട്. എന്നെ മന്ത്രിയാക്കിയില്ല എന്നും പറഞ്ഞ് ഈ പാർട്ടിയെ വെല്ലുവിളിച്ച എന്റെ കാലും കൈയും തെറ്റി പിടിക്കുന്നു നിങ്ങൾ. എന്റെ അഭിപ്രായമാ നിങ്ങളതാ ചെയ്യണ്ടേ. എനിക്ക് അതിനകത്ത് ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. നാളെ ഞാൻ ഈ പാർട്ടിക്കെതിരെ 10 വർഷം MLA, അതിൽ 5 വർഷം മന്ത്രി, 28 വർഷം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി, 8 വർഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, 40 വർഷക്കാലം സംസ്ഥാന കമ്മിറ്റി മെമ്പർ, ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി മെമ്പർ, ദേവികുളം താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന് വേണ്ട എത്ര ധാരാളം. കേരള കർഷക സംഘത്തിന്റെ പ്രസിഡന്റ്, കേരള കർഷക സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറി, ഏതെല്ലാം സ്ഥാനം ഈ പാർട്ടി തന്നു. ഒടുവിൽ ഞാൻ ഈ പാർട്ടിക്കെതിരെ കക്ഷിക്കെതിരെ വെല്ലുവിളിച്ച നിങ്ങൾ എന്നെ തല്ലിക്കൊള്ളണമെന്ന് എൻ്റെ അഭിപ്രായം. വെറുതെ വിടാൻ പാടില്ല. ഞാൻ നന്ദികേട് കാണിക്കാൻ പാടുണ്ടോ? മര്യാദ ചുമ്മാതല്ല. പെൻഷൻ മേടിച്ച് ഞണ്ണ രാജേന്ദ്രൻ MLA ആയിരുന്നവർക്കൊക്കെ ഞണ്ണ. MM മണി നാളെ ചത്തുപോയാലും MM മണിക്ക് ഭാര്യ പെൻഷൻ കിട്ടും. ചത്തുപോയെന്ന ഭാര്യയ്ക്ക് കിട്ടും. രാജേന്ദ്രന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി 15 വർഷം MLA ആക്കി. പിന്നെ നിന്നെ തോക്കും. അപ്പൊ തന്നെ ഒരു കാലം ജനിച്ചപ്പം മുതല് ഇവനെ MLA ആക്കി ചുമക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്കല്ല. ആണുങ്ങളെ കൊണ്ട് വർത്താനം വന്ന് ശീലിക്കണം നിങ്ങൾ. തമാശല്ല, ഞങ്ങൾ ക്ഷമിക്കുകയാണ്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ കൈകാര്യം ചെയ്യണമെന്നൊക്കെ ചെയ്താൽ. അതുകൊണ്ട് മര്യാദയ്ക്കിരിക്കുന്നതല്ല. RSS ചെയ്തുവോ BJP ചെയ്തുവോ ഏത് മൂന്നായി പോയി ചേർത്താലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാം എല്ലാം നേരിട്ടു. ഇത് ഞങ്ങൾ പറഞ്ഞ വാക്കാ. ഉണ്ട് ചോറിന് നന്ദി കാണിക്കണം. ജീവിതകാലം മുഴുവൻ പെണ്ണുപിള്ളയ്ക്കും രാജേന്ദ്രന് പെൻഷൻ മേടിച്ച് തിന്നാൻ തിന്നാമല്ലോ. രാജേന്ദ്രന് തവപ്പനുണ്ടാക്കിയ വകയാണോ? അല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നൽകിയതല്ലേ. രാജേന്ദ്രൻ കത്തുപോയെന്ന രാജേന്ദ്രന്റെ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടുകയല്ലേ. ഇതെല്ലാം ചെയ്തു. ഇതെല്ലാം വേണ്ടി ഞങ്ങളും കഴിഞ്ഞിട്ട് പാർട്ടിയെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്റെ ഭാഷ പറഞ്ഞാൽ ഞങ്ങൾ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല.